ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വളരെ സന്തോഷകരമായൊരു വാർത്ത മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: ജ്യോതിഷിയുടെ ഉപദേശം ഗുജറാത്ത് സർവകലാശാലയിൽ കാലിത്തൊഴുത്ത് പണിയുന്നു. അപ്പോൾ ജ്യോതിഷിയുടെ ഉപദേശം കൊണ്ടാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ തൊഴുത്ത്, കന്നുകാലികൾക്കുള്ള തൊഴുത്ത് വരാണ്. ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടല്ല, മറിച്ച് ആ ജ്യോതിഷി പറഞ്ഞത് കാരണം മാത്രം ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയുള്ള ഗുണം എന്താണെന്നും ചോദിക്കരുത്. ചിലപ്പോൾ ജ്യോതിഷി പറഞ്ഞിട്ടുണ്ടാവും കന്നുകാലി തൊഴുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വിജയ ശതമാനം കൂടുന്നു. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇന്ത്യയിലത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഫുള്ള് അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ വിഡ്ഢിത്തരങ്ങളുമാണ് പഠിപ്പിച്ച് കയറ്റുന്നത് ഈ കുട്ടികളെ. എന്ന് മാത്രമല്ല, MBBS ഒരു സിലബസിൽ പിന്നെ ഈ പറഞ്ഞ ഗണപതിയുടെ സർജറിയും അതുപോലെ തന്നെ ഈ പുഷ്പക വിമാനവും ഒക്കെയാണ് ഇത്ര പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് എന്താക്കാനാണ്? ഇതൊക്കെ പഠിച്ചിട്ട് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആട്ടി ഓടിക്കും ആൾക്കാരനെ. അപ്പൊ അങ്ങനത്തെ സംഗതികളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈ വിദ്യാഭ്യാസ മേഖലയെയും ഈ ഒരു BJP തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പേരിൽ. അതേസമയം ചൈന പോലത്തെ രാജ്യങ്ങൾ, ഇപ്പൊ ചൈനനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ചൈന ഇപ്പൊ തന്നെ ഭാവി കീഴടക്കിയിരിക്കുകയാണ്, ഫ്യൂച്ചറൊക്കെ കീഴടക്കിയിരിക്കുകയാണ്. കാരണം എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഗവേഷണങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതേസമയം ഇന്ത്യ ആണെങ്കിലോ ജാതി, മതം, വെറുപ്പ്, വർഗീയത, മുസ്ലിം പള്ളിയുടെ നേരെ കല്ലെടുത്തെറിയ, വാളെടുത്ത് വീശുക, മുസ്ലിം പള്ളികളുടെ അടിയിൽ ശിവലിംഗം പറഞ്ഞ് നടക്കുക, ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ഈ വക സംഗതികളാണ് ഇന്ത്യയിൽ നടക്കുന്നതെങ്കിൽ ചൈനയിൽ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ തഴച്ച് വളരുകയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്ന രൂപത്തിൽ അവിടുത്തെ സർക്കാർ ഉള്ളഴിഞ്ഞ് പണം ചെലവാക്കുകയാണ്. അങ്ങനെ ചെലവാക്കിയ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. ചൈന $906 ബില്യൺ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഒരു വർഷം 2023 ചെലവാക്കിയത് എന്നാണ് പറയുന്നത്. അവരുടെ ജനസംഖ്യ 140 കോടിയാണ്. അതേസമയം ഇന്ത്യ എത്രയാണ് ചെലവാക്കിയത് 2023? വെറും $13 ബില്യൺ. $13 ബില്യൺ എവിടെ കിടക്കുന്നു? $906 ബില്യൺ എവിടെ കിടക്കുന്നു? എന്നാലോ രണ്ട് രാജ്യത്തും ഉള്ള ജനസംഖ്യ സെയിം ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വെറും $13 ബില്യൺ ഈ BJP സർക്കാർ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ബാക്കിയുള്ള സമയം ഈ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം തെരഞ്ഞു നടക്കണമല്ലോ. അപ്പോൾ ഈ വെറും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഈ ശിവലിംഗം തെരഞ്ഞു നടക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, ബാക്കിയുള്ള സമയം നിങ്ങൾ പോയിട്ട് എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് ഓരോ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. പിന്നെ അതിനോടനുബന്ധിച്ച കലാപങ്ങൾ ഉണ്ടാക്കാനും ആൾക്കാർ വേണമല്ലോ. അപ്പോൾ എല്ലാവരും പഠിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര കുറച്ച് പണം മാത്രം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ, അതായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൊണ്ടുവന്ന BJPക്കാർ ചെലവാക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വിവരം വിദ്യാഭ്യാസം ഓരോ ദിവസം അധികമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമാ നടി, അതും ഏതൊരു സിനിമയിൽ അഭിനയിച്ച ഒരു സിനിമാ നടി, എന്താ മാളികപ്പുറോ അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ച ആ സിനിമയിൽ എന്തൊരു ദേവിയായിട്ടോ മറ്റോ ആണ് അഭിനയിക്കുന്നത്. വെറും ഒരു നടി, ഒരു സാധാ ഒരു പെണ്ണ് ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പെണ്ണിങ്ങനെ നടന്നു വരികയാണ്, ഈ നടി ഇങ്ങനെ നടന്നു വരികയാണ് എവിടെന്നോ. ആ സമയത്തുണ്ട് ആൾക്കാരെല്ലാവരും ക്യൂ നിന്നിട്ട് കാല് തൊട്ട് വന്ദിക്കണ്. എന്താ സംഭവം? ആ സ്ത്രീനെ പിടിച്ച്, ആ നടിനെ പിടിച്ച് ദൈവമാക്കി. ഇതാണ് അവസ്ഥ. ഒരു ഉരുളങ്കല്ല് കുന്നും പുറത്തുനിന്ന് ഉരുണ്ട് വീണ അതുവരെ ദൈവമാണ്. ഇവിടെ ഇപ്പോൾ സിനിമാ നടി വരെ ദൈവമാണ്. കാരണം എന്താണ്? സിനിമയിൽ ദൈവമായി അഭിനയിച്ചില്ലേ, അപ്പൊ ദൈവത്തിന്റെ ഒരു ചൈതന്യം ആ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കാല് തൊട്ട് വന്ദിച്ചിട്ട്, ഈ സ്ത്രീ ആണെങ്കിലോ ആരെയും തടയൊന്നുമില്ല, നല്ല സുഖം, കാലിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ തൊട്ടുകളല്ലോ. അങ്ങനെ നിന്ന നിപ്പിൽ നടി മാത്രമല്ല ഒരു ദൈവം തന്നെ ആയി മാറാനും സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഓൾറെഡി ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ വിവരവും വിജ്ഞാനവും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പാണ് കുറച്ച് സംഖ്യകൾ പറഞ്ഞത്, ഒരു സിനിമയിലെ കഥാപാത്രം മാത്രമാണ് ഈ വാവർ എന്ന് പറഞ്ഞ ആള്, വാവർ സ്വാമി എന്ന് പറയണ്ടല്ലോ ശബരിമലയിൽ, അതൊരു സിനിമയിലെ കഥാപാത്രം അത്രേ. അപ്പോൾ സിനിമയിലെ കഥാപാത്രത്തിനെ വരെ പിടിച്ച് ദൈവമാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. അങ്ങനത്തെ ഇന്ത്യയിൽ എന്തിനാണ് വിദ്യാഭ്യാസം? വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ പൈസ ഒന്നും ചെലവാക്കാത്തത്. പിന്നെ പൈസ ചെലവാക്കുന്നുണ്ട്, അതെവിടെയെന്ന് അറിയോ? ഈ കാണുന്നത് തന്നെ 2025 മഹാകുംഭിമേളക്ക് 2500 കോടി രൂപ അനുവദിച്ച് യോഗി സർക്കാർ. കണ്ടില്ലേ വിദ്യാഭ്യാസത്തിന് കൊടുത്തിട്ടില്ല. എന്താ ഇതുപോലത്തെ തുണി അയച്ചിട്ട് ശരിക്കും പ്രാകൃത മനുഷ്യന്മാരെ പോലെ, കാട്ടാള മനുഷ്യന്മാരെ പോലെ നടക്കുന്ന ഉത്സവത്തിനൊക്കെ 2500 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഈ ഒരു ഉത്തർപ്രദേശിൽ എത്ര സ്കൂളുണ്ട്? ഈ ഒരു ഉത്തർപ്രദേശിൽ എത്ര നല്ല ആശുപത്രി ഉണ്ട്? ഈ ഒരു ഉത്തർപ്രദേശിൽ എത്ര നല്ല വ്യവസായങ്ങളുണ്ട്? ഒന്നും തന്നെ ഇല്ല. പക്ഷേ 2500 കോടി ഈ കുംഭിമേളക്ക് ചെലവാക്കാൻ ഉണ്ടേനും. അപ്പോൾ അതാണ് ഈ വാർത്ത പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നോട്ടാണ് പോകുന്നത്. ഇപ്പോൾ GDP
5 ട്രില്യൺ ആക്കും 5 ട്രില്യൺ ആക്കും എന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായി? ഉള്ളതും കൂടിയും പോയി കിട്ടി. ഇപ്പൊ 3 ട്രില്യന്റെ അടുത്തെത്തി. പിന്നോട്ടാ പോകുന്നത്. കാരണം എന്താണ്? വെറും കലാപങ്ങൾ അല്ലേ നടക്കുന്നുള്ളൂ, വേറൊന്നുമില്ലല്ലോ. ഉൽപാദനം പറഞ്ഞ സാധനമില്ലല്ലോ, വെറും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ലേ. വർഗീയത എല്ലാ സ്ഥലത്തും വർഗീയത. ആ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കുന്നുണ്ട്. പിന്നെ അധികാരത്തിലിരിക്കാൻ വേണ്ടിയിട്ട് EVM മെഷീൻ തട്ടിപ്പ് നടത്താനുള്ള ഒരുപാട് ചെലവ് അതും വേറെ അതൊക്കെ നടത്തുന്നുണ്ട്. എന്നല്ലാതെ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യനെ മെല്ലെ മെല്ലെ പുരാതന കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് പഴയ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു വൻ ജനാവലിയെ അടിമത്തത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് കുറച്ച് പേര് മാത്രം സവർണ മേധാവികളായിട്ട് ഇങ്ങനെ ജീവിക്കാനുള്ള സിസ്റ്റത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിവരം വിദ്യാഭ്യാസം ഒരിക്കലും പാടില്ല. അപ്പം അതിനാണ് എല്ലാവരും കലാപത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വർഗീയത പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം പറഞ്ഞ് നടക്കുന്നതും പിന്നെ ഈ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പം നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.